आप सबका स्वागत है। आज हम +1 कक्षा की हिंदी पाठ्य पुस्तिका की तीसरी यूनिट का 14 पाठ दुख नामक कहानी का अध्ययन करने जा रहे हैं। इस क्लास का दूसरा पाठ है, मतलब है कि पहला पाठ का अध्ययन पिछली कक्षा में किया था। आज हम इसका बाकी भाग का अध्ययन करेंगे। ओके, पाठ का नाम है दुख। एक कहानी है, കഹാനികാർ का नाम है യശ്പാൽ. പാഠം ദുഃഖം എന്നാണ് പേര്. ഇതൊരു കഥയാണ്. കഥാകൃത്ത് യശ്പാലാണ്. ഇതിൻ്റെ ഒന്നാമത്തെ പാർട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞു. ആ ക്ലാസ് കണ്ടതിന് ശേഷം മാത്രമേ ഈ ക്ലാസ് കാണാവൂ, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. ആ ക്ലാസ് കാണാനുള്ള ലിങ്ക് മുകളിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിലൂടെ നിങ്ങൾ ആ ക്ലാസ് കാണുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ക്ലാസ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ് കണ്ടതിന് ശേഷം മാത്രം ഈ ക്ലാസ് കാണുക. ഓക്കെ, ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ദിലീപിൻ്റെയും ഹേമയുടെയും പിണക്കത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു. ദിലീപ് തൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ സിനിമയ്ക്ക് പോയി എന്ന കാരണത്താൽ ദിലീപിനെ ഉപേക്ഷിച്ച് ഹേമ തൻ്റെ വീട്ടിലേക്ക് പോയി. അതിൻ്റെ ദുഃഖം തീർക്കാനായിട്ട് ദിലീപ് പാർക്കിൽ പോയിരുന്നിട്ട് തിരികെ വരുന്ന വഴിയിൽ ഒരു കുട്ടിയെ കണ്ടു. ആ കുട്ടി ഒരു കച്ചവടക്കാരനായിരുന്നു. അപ്പോൾ ആ കുട്ടിയുമായിട്ടുള്ള കോൺവെർസേഷനാണ് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. देखिए, दिलीप को समीप खड़े होते देख लड़के ने कहा. ദിലീപിനെ സമീപത്ത് കണ്ടപ്പോൾ സമീപത്ത് നിൽക്കുന്നത് കണ്ടിട്ട് ലഡ്കേനെ കഹ, ആൺകുട്ടി പറഞ്ഞു, ഏക്ക് പൈസേമേം ഏക്ക് ടേരി, ഓരോ പൈസയ്ക്കും ഓരോ പൊതി. താൻ കുറേ പൊതി തുല്യമായിട്ട് ആഹാര പദാർത്ഥങ്ങൾ പൊതിഞ്ഞ് വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദിലീപിനെ കണ്ടപ്പോൾ പറഞ്ഞു, ഒരു പൊതിക്ക് ഒരു പൈസ. ഏക് ക്ഷണ ചുപ്പ് രഹ് ദിലീപിനെ പൂച്ച. ഒരു നിമിഷം മിണ്ടാതെ നിന്നിട്ട് ദിലീപ് ചോദിച്ചു, സബ്കെ കിത്തനെ പൈസേ, എല്ലാത്തിനും കൂടെ എത്ര പൈസയാ? ബച്ചേനെ, ആ കുട്ടി ഉങ്കലീസേ, തൻ്റെ വിരലുകൾ കൊണ്ട് ടേരിയോം ഗോ ഗിൻകാർ, ആ പൊതികൾ എണ്ണിയിട്ട് ജവാബ് ദിയ, മറുപടി പറഞ്ഞു, 8 പൈസേ, 8 പൈസ. ദിലീപിനെ കേവൽ ബാത്ത് ബഡാനെ കെ ലിയെ പൂച്ച. ദിലീപ് കേവലം ബാത്ത് ബഡാന എന്ന് പറഞ്ഞാൽ എന്താ? ആ സംസാരം കുറച്ചുകൂടി നീട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി, അവരുടെ കോൺവെർസേഷൻ കുറച്ചുകൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി മാത്രം ചോദിച്ചു, കുച്ച് കം നഹീ ലഗാ, കുറച്ച് കുറയ്ക്കത്തില്ലേ? അപ്പോൾ കുറയ്ക്കാൻ വേണ്ടി അല്ല, പക്ഷേ അവർ തമ്മിലുള്ള സംഭാഷണം കുറച്ചുകൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി, നീട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി ചോദിച്ചതാണ്. എന്താ കുറച്ച് പൈസ കുറയത്തില്ലേ? സൗദ ബിക് ജാനേക്ക് ആശാസേ, തൻ്റെ സാധനങ്ങൾ വിൽക്കുമെന്ന ആഗ്രഹത്താൽ ജോ പ്രഫുല്ലത ബാലകെ ചെഹരെ പർ ആ ഗയി ഥി, ഏത് പ്രഫുല്ലത, സന്തോഷം, പ്രസന്നത എന്താണോ അത് ബാലകെ ചെഹരെ പർ ആ ഗയി ഥി, അപ്പം എന്ത് സന്തോഷമാണോ ആ കുട്ടിയുടെ മുഖത്ത് ഉണ്ടായിരുന്നത്, അതായത് തൻ്റെ കച്ചവടം നടക്കും, തൻ്റെ സാധനങ്ങൾ വിറ്റഴിയും എന്ന പ്രതീക്ഷയിൽ, ആ ആഗ്രഹത്താൽ കുട്ടിയുടെ മുഖത്തുണ്ടായിരുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അത് വഹ ദിലീപ് കെ ഈസ് പ്രശ്നസേ, ദിലീപിൻ്റെ ഈ ഒരു ചോദ്യത്തോടെ ഉടുകി പറന്നുപോയി എന്ന് പറഞ്ഞാൽ ഇല്ലാതായി. അതായത് തൻ്റെ സാധനം ഇപ്പോൾ വാങ്ങിക്കുമെന്നൊരു ആഗ്രഹത്താൽ ആ കുട്ടിയുടെ മുഖത്തൊരു സന്തോഷമുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കുറച്ച് പൈസ ഒന്ന് കുറച്ച് തരുമോ, ഇനിയും കുറയുമോ എന്ന ദിലീപിൻ്റെ ചോദ്യം കേട്ടപ്പോൾ ആ ഒരു സന്തോഷം ആ കുട്ടിയുടെ മുഖത്തു നിന്നും ഇല്ലാതായി. ഉസ്നെ ഉത്തർ ദിയ, അവൻ മറുപടി നൽകി, മാം ബിഗഡേഗി, അമ്മ വഴക്ക് പറയും. ഈസ് ഉത്തർ സേ ദിലീപ് ദ്രവിത് ഹോ ഗയ, ഈ ഉത്തരം കേട്ടിട്ട് ദിലീപ് അലിഞ്ഞുപോയി. അതായത് വളരെ അവനോട് ഭയങ്കര ദയ തോന്നി. അവർ ബോല, എന്നിട്ട് പറഞ്ഞു, ക്യാ പൈസേ മാംഗോ ദേഗ, അമ്മയ്ക്ക് തന്നെ കൊടുക്കുമോ പൈസ? ബച്ചേനെ ഹാമി ഭരി, ആ കുട്ടി സമ്മതിച്ചു, എന്നുവെച്ചാൽ മൂളി അല്ലെങ്കിൽ തലയാട്ടി. ആദെ ദിലീപിനെ കഹ, ദിലീപ് പറഞ്ഞു, അച്ഛാ സബ് ദേതോ, ശരിയെങ്കിൽ എല്ലാം തന്നോ, എല്ലാം പൊതിയെടുത്തോളൂ. ലഡ്കിക്ക് വ്യസ്തത ദേക്ക്, ആ കുട്ടിയുടെ ആ തിടുക്കം, ആ തിരക്ക് കണ്ടിട്ട് ദിലീപിനെ അപ്പന രൂമാൽ നികാൽക്കർ, ദിലീപ് തൻ്റെ കർച്ചീഫ് എടുത്ത് ദിയ നൽകി. അവർ പക്കൗടെ ഉസ്മേ ബന്ധുവാലിയെ, ആ പലഹാരം അതിനകത്ത് പൊതിഞ്ഞെടുത്തു.
8 पैसे का खोमचा बेचने जो इस सर्दी में निकला है. 8 पैसे का വെറും 8 പൈസയ്ക്ക് കോംച ബേച്ചനെ ഈ സാധനങ്ങൾ വിൽക്കാനായിട്ട് ജോ ഈ സർദി മേ നിഖല ഹെ ഈ തണുപ്പത്ത് പുറപ്പെട്ടുവെങ്കിൽ ഉസ്കെ ഘർ കി ക്യാ അവസ്ഥ ഹോഗി അവൻ്റെ വീട്ടിലെ അവസ്ഥ എന്തായിരിക്കും. ഈ രാത്രിയിൽ വിജനമായ സ്ഥലത്ത് 8 പൈസയ്ക്ക് വേണ്ടി സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി ഈ തണുപ്പ് കാലത്ത് ഒരു കുട്ടി ഇറങ്ങി നിൽക്കണമെങ്കിൽ അവൻ്റെ വീട്ടിലെ അവസ്ഥ എന്തായിരിക്കും. യഹ് സോച്ച്കർ ദിലീപ് സിഹറുട. ഇത് ചിന്തിച്ചപ്പോൾ അവന് വിറയിൽ വന്നു. മീൻസ് എന്താ, ഇത് ചിന്തിച്ചപ്പോൾ അവന് വളരെ ദുഃഖം തോന്നി, ഞെട്ടി. ഉസ്നെ ജേബ് സേ 1 രൂപ നികാൽ. അവൻ പോക്കറ്റിൽ നിന്നും 1 രൂപ പുറത്തെടുത്ത് ലഡ്കെ കി ഥാലി മേ ഡാൽ ദിയ. ആ കുട്ടിയുടെ പാത്രത്തിലേക്കിട്ടു. റുപ്പേ കി കൻകനാഹട്ട് സേ. ആ പൈസയുടെ കിലുക്കം കൊണ്ട് സുൻസാൻ രാത്ത്, ആ വിജനമായ നിശബ്ദമായ രാത്രി ഗൂഞ്ചുടി മുഴങ്ങി. അപ്പം എല്ലായിടത്തും നിശബ്ദമായിരിക്കുമ്പോൾ പാത്രത്തിലേക്ക് പൈസ ഇടുമ്പോൾ നല്ല ശബ്ദമായിരിക്കും. അതാണ് ഇവിടെ പറഞ്ഞത്. റുപ്പയോ ദേഖ് ലഡ്കേനെ കഹ. ആ പൈസയെ നോക്കിക്കൊണ്ട് ആൺകുട്ടി പറഞ്ഞു, മേരെ പാസ് തോ പൈസ നഹി ഹെ. എൻ്റെ കയ്യിൽ പൈസയില്ല. എന്തിനുള്ള പൈസ? 1 രൂപയാണല്ലോ കൊടുത്തത്, 8 പൈസയല്ലേ ഉള്ളൂ, ബാക്കി എത്ര പൈസയുണ്ട്? 100 പൈസയാണ് 1 രൂപ എന്ന് പറയുന്നത്. അപ്പോൾ ബാക്കി 92 പൈസ കൊടുക്കാനില്ല. ദിലീപിനെ ദിലീപ് ചോദിച്ചു, തേര ഘർ കഹാ ഹെ, നിന്റെ വീടെവിടാ? പാസ് ഹി ഗലി മേ ഹെ, അടുത്തുള്ള തെരുവിലാണ്. ലഡ്കേനെ ജവാബ് ദിയ. ആ ആൺകുട്ടി മറുപടി നൽകി. ദിലീപ് കെ മൻമേം ഉസ്കാ ഘർ ദേഖ്നെ കാ കൗതൂഹൽ ജാഗുട. ദിലീപിൻ്റെ മനസ്സിൽ ഉസ്കാ ഘർ ദേഖ്നെ കാ, അവൻ്റെ വീട് കാണാനുള്ള കൗതൂഹൽ ജാഗുട, ഒരു ആകാംക്ഷ ഉണർന്നു, ആകാംക്ഷയുണ്ടായി. ബോല, എന്നിട്ട് പറഞ്ഞു, ചലോ നടക്ക്, മുച്ചേ ഭി ഉദർ സേ ഹി ജാനാ ഹെ, ഞാനും അതിലൂടെയാണ്, അതുവഴിയാണ് പോകുന്നത്. രാസ്തേ മേ തുമാരെ ഘർ സേ പൈസ ലേ ലൂങ്ക. വഴി വെച്ച് നിന്റെ വീട്ടിൽ നിന്ന് ഞാൻ പൈസ വാങ്ങിച്ചോളാം, ബാക്കി പൈസ വാങ്ങിച്ചോളാം, ബാ, ഞാനും അതിലൂടെ ആ വഴിയാ പോന്നെ. ബച്ചേനെ ഖബരാക്കർ കഹ. വീണ്ടും കുട്ടി വളരെ പരിഭ്രമത്തോടു കൂടി പറഞ്ഞു, പൈസേ തോ ഘർ പർ ഭി ന ഹോങ്കെ. പൈസേ തോ ഘർ പർ ഭി ന ഹോങ്കെ. പൈസ ചിലപ്പോൾ വീട്ടിലും കാണില്ല, വീട്ടിലും പൈസ കാണത്തില്ലായിരിക്കും എന്നാ കുട്ടി പറഞ്ഞു. ദിലീപ് സുൻഗർ സിഹറുട. ദിലീപ് അത് കേട്ട് വീണ്ടും ഞെട്ടി. പരന്തു ഉത്തർ ദിയ, എന്നാൽ മറുപടി നൽകി, ആൻസർ പറഞ്ഞു. എന്താ? ഹോങ്കെ തും ചലോ, കാണും, നീ നടക്ക്. ലഡ്ക ഖാലി ഥാലിക്കോ ഛാത്തി സേ ചിബട്ട. ആ ആൺകുട്ടി ഖാലിയായ ഥാലി ഛാത്തി സേ ചിബട്ട, നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആകെ ആകെ ചല, മുന്നോട്ട് നടന്നു. और उसके പീച്ചെ, അതിൻ്റെ പുറകെ ബൈ സൈക്കിൾ കോ ധാമെ ദിലീപ്, സൈക്കിളും പിടിച്ചുകൊണ്ട് ആരും? ദിലീപും. ദിലീപിനെ ദിലീപ് ചോദിച്ചു, തേരാ ബാപ്പ് ക്യാ കർത്താ ഹെ, നിന്റെ അച്ഛൻ എന്ത് ചെയ്യുക? ലഡ്കേനെ ഉത്തർ ദിയ. ആ ആൺകുട്ടി മറുപടി പറഞ്ഞു, ബാപ്പ് മർ ഗിയാ ഹെ, അച്ഛൻ മരിച്ചുപോയി. ദിലീപ് ചുപ് ഹോ ഗയ. ദിലീപ് വീണ്ടും നിശബ്ദനായി. കുച്ച് ഔർ ദൂർ ജാ ഉസ്നെ പൂച്ച. കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ ദിലീപ് ചോദിച്ചു, തുമാരി മാം ക്യാ കർത്തി ഹെ, നിന്റെ അമ്മ എന്താണ് ചെയ്യുന്നത്? ലഡ്കേനെ ഉത്തർ ദിയ. ആ ആൺകുട്ടി ഉത്തരം നൽകി, മാം ഏക്ക് ബാബു കി ഹാം ചൗക്ക ബർത്തൻ കർത്തി ഥി. അമ്മ ഇവിടെ ഒരു സാറിൻ്റെ വീട്ടിൽ പാത്രം കഴുകുന്ന ജോലിയായിരുന്നു. അബു ബാബുവിനെ ഹട്ടാ ദിയാ ഹെ, എന്നാൽ ബാബു ഇപ്പോൾ അത് പറഞ്ഞു വിട്ടിരിക്കുകയാണ് ജോലിയിൽ നിന്നും. ദിലീപിനെ ദിലീപ് ചോദിച്ചു, ക്യോ ഹട്ടാ ദിയാ ബാബുവിനെ, എന്തുകൊണ്ടാണ് പറഞ്ഞു വിട്ടേ? ലഡ്കേനെ ജവാബ് ദിയ. ആ കുട്ടി മറുപടി പറഞ്ഞു, മാം 2.5 റുപ്പയ മഹീനയിലെ തീതി. അമ്മ 2.5 രൂപ മാസം പേടിച്ചിരുന്നു. ജഗദു കി മാംനെ, ജഗദുവിൻ്റെ അമ്മ, ജഗദു ഒരു പയ്യനാണ്, അവൻ്റെ അമ്മ ബാബു സെ കഹ, ബാബുവിനോട് പറഞ്ഞു, കി വഹ് 2 റുപ്പയ സെ, 2 രൂപയ്ക്ക് സബ് കാം കർ ദേഗി, എല്ലാ ജോലിയും ചെയ്യാമെന്ന്. ഇസിലിയെ ബാബു കി ഘർവാലിനെ, അതുകൊണ്ട് ആ സാറിൻ്റെ വീട്ടുകാരി മാംഗോ ഹട്ടാക്കർ, അമ്മയെ മാറ്റിയിട്ട് ജഗദു കി മാംഗോ രഖലിയാ ഹെ, ജഗദുവിൻ്റെ അമ്മയെ ജോലിക്ക് വെച്ചു. അപ്പോൾ തന്നെക്കാട്ടിലും 1/2 രൂപ കുറച്ച് മതി എന്ന് പറഞ്ഞതുകൊണ്ട് ജഗദുവിൻ്റെ അമ്മയെ ജോലിക്ക് വെച്ചിട്ട്
തൻ്റെ അമ്മയെ ജോലിയിൽ നിന്നും പറഞ്ഞു വിട്ടു. ദിലീപ് ഫിർ ചുപ്പ് ഹോ ഗയ. ദിലീപ് വീണ്ടും നിശബ്ദനായി. ലഡ്ക നംഗെ പൈർ ഗലി കെ കീചട് മേ ചപ് ചപ് കർത്താ ചലാ ജ രഹാ താ. ആ ആൺകുട്ടി നംഗെ പൈർ, നഗ്നപാദം, അതായത് ചെരുപ്പില്ല, ആ കാലുകൊണ്ട് ഗലി കെ കീചട് മേ, ഗലിയിലെ അഴുക്കിലൊക്കെ ചെളിയിലൊക്കെ ചപ് ചപ് കർത്ത ചലാ ജ രഹാ താ, ചവിട്ടി ശബ്ദമുണ്ടാക്കി നടക്കുന്നുണ്ടായിരുന്നു. ദിലീപ് കോ കീചട് സെ ബച്ചിക്കർ. ദിലീപിന് ആ അഴുക്കിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ചലനയമേ നടക്കുവാൻ അസുവിധ ഹോ രഹി തീ, കുറച്ച് അസൗകര്യം തോന്നുന്നുണ്ടായിരുന്നു. ദിലീപിന് ആ അഴുക്കിലൊന്നും ചവിട്ടാതെ നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. ലഡ്കെ കി ചാൽ കി ഗതി കോ, ആ ആൺകുട്ടിയുടെ നടത്തത്തിന്റെ ഗതി കം കർണയ്ക്ക് എലിയെ കുറയ്ക്കുവാൻ വേണ്ടി ദിലീപിനെ ഫിർ പ്രശ്ന കിയ. ദിലീപ് വീണ്ടും ചോദിച്ചു, തുമേ ജാട നഹി മാലൂം ഹോത്ത. നിനക്ക് ജാട എന്ന തണുപ്പുണ്ടെന്ന് അറിയത്തില്ലായിരുന്നോ? ലഡ്കേനെ ശരീരക്കോ ഗരം കർണയ്ക്ക് എലിയെ, ആ ആൺകുട്ടി തൻ്റെ ശരീരം ചൂടാക്കുവാൻ വേണ്ടി ചാൽക്കോ ഔർ തേസ് കർത്തേ ഹുയേ, തൻ്റെ നടത്തം കുറച്ചുകൂടി തേസ് കർത്തേ ഹുയേ, വേഗത്തിലാക്കിയിട്ട് ഉത്തർ ദിയ, പറഞ്ഞു, നഹി ഇല്ല. ദിലീപിനെ ഫിർ പ്രശ്ന കിയ. ദിലീപ് വീണ്ടും ചോദിച്ചു, ജഗദു കി മാം ക്യാ കർത്തി ഥി. ജഗദുവിൻ്റെ അമ്മ എന്ത് ചെയ്യുകയായിരുന്നു? ലഡ്കേനെ കഹ, ആൺകുട്ടി പറഞ്ഞു, ജഗദു കി മാം സ്കൂൾ മേം ലഡ്കിയോങ്കോ ഘർ സെ ബുലാ ലാത്തി ഥി. ജഗദുവിൻ്റെ അമ്മ സ്കൂളിൽ പെൺകുട്ടികളെ വീട്ടിൽ നിന്നും വിളിച്ചുകൊണ്ട് വരുന്ന ജോലിയായിരുന്നു. സ്കൂൾ വാലോംനെ ലഡ്കിയോങ്കോ ഘർ സെ ലാനെ കെ ലിയെ, സ്കൂളുകാർ പെൺകുട്ടികളെ വീട്ടിൽ നിന്നും വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടി മോട്ടോർ രഖലി ഹെ, മോട്ടോർ വാഹനം എടുത്തു, അല്ലെങ്കിൽ വാഹനം വാങ്ങിച്ചു. ഉസേ നികാൽ ദിയാ ഹെ, അങ്ങനെ അവരെ പറഞ്ഞു വിട്ടു. അപ്പോൾ മനസ്സിലായല്ലോ ജഗദുവിൻ്റെ അമ്മ എന്തുകൊണ്ടാ 2 രൂപയ്ക്ക് ജോലി ചെയ്യാൻ തയ്യാറായെന്ന് മനസ്സിലായില്ലേ? തൻ്റെ ജോലി പോയി. അപ്പോൾ തൻ്റെ ജോലി പോയത് കൊണ്ട് അത് തനിക്ക് ജീവിക്കാൻ എങ്ങനെയെങ്കിലും മറ്റൊരു ജോലി കിട്ടിയേ പറ്റൂ എന്നുള്ളത് കൊണ്ടാണ് ജഗദുവിൻ്റെ അമ്മ മറ്റൊരു ജോലിക്ക് വേണ്ടി, അല്ലെങ്കിൽ ഈ ആൺകുട്ടിയുടെ അമ്മ ചെയ്ത ജോലി ചെയ്യാൻ തയ്യാറായത് വളരെ കുറച്ച് പൈസയ്ക്ക്. അപ്പം ഇവിടെ ജീവിക്കാൻ വേണ്ടി നിസ്സഹായ അവസ്ഥയാണ് 2 പേർക്കും. देखिए, गली के मुहाने पर കമേറ്റി കാ ബിജിലി കാ ലാം ജൽ രഹാ താ. ഗലിയുടെ അറ്റത്തായിട്ട്, വളവിലായിട്ട് കമ്മിറ്റിയുടെ ബിജിലി കാ ലാമ്പ്, വൈദ്യുതിയുടെ വിളക്ക്, ജൽ രഹാ താ, കത്തിക്കിടപ്പുണ്ടായിരുന്നു. ഊപ്പർ കി മംസിൽ കി കിഡ്കിയോം സേ ഭി, മുകളിലത്തെ മംസിൽ എന്ന് പറഞ്ഞ നില, ഫ്ലോർ, അപ്പം മുകളിലത്തെ നിലയിലെ കിഡ്കിയോം സേ ഭി, ജനലിൽ നിന്നും ഗലിമേ കുച്ച് പ്രകാശ് പട് രഹാ താ, തെരുവിലേക്ക് കുറച്ച് പ്രകാശം പതിക്കുന്നുണ്ടായിരുന്നു. ഉസ്സേ ഗലി കാ കീജഡ് ചമക് കർ, ആ പ്രകാശത്താൽ ഗലി കാ കീജഡ്, ഗലിയിലെ ആ അഴുക്ക് വെള്ളം ചമക് കർ, തിളങ്ങിയിട്ട് കിസി കദർ മാർഗ് ദിക്കായി ദേ രഹാ താ, കുറച്ച് നല്ല വഴി നമുക്ക് കാണിച്ചു തരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ അഴുക്കിലേക്ക് പ്രകാശം വന്ന് പതിക്കുന്നതുകൊണ്ട് അഴുക്ക് എവിടാന്ന് അറിയുകയും ചെയ്യാം, നമുക്ക് നേരെ നടക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു അഴുക്കിൽ ചവിട്ടാതെ. സംഗരി ഗലിമേം ഏക് ബഡി കിഡ്കി കെ ആകാർ കാ ദർവാസ ഖുലാദാ, ആ അഴുക്ക് പിടിച്ച തെരുവിൽ ഏക് ബഡി കിഡ്കി കെ ആകാർ കാ, ഒരു വലിയ ജനലിൻ്റെ ആകാർ കാ, വലിപ്പമുള്ള, ദർവാസ ഖുലാദാ, ഒരു വാതിൽ തുറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വാതിലിൻ്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ ഒരു വലിയ ജനലിൻ്റെ അത്രമേ ഉള്ളൂ. ഉസ്കാ ദുന്ദല ലാൽസ പ്രകാശ്, അവിടുത്തെ ദുന്ദല മങ്ങിയ, ലാൽസ ചുവന്ന പ്രകാശം, സാമ്നെ പുരാനി ഈണ്ടോംകി ദീവാർ പർ പട് രഹാ താ, മുന്നിൽ പഴയ ചുടുകട്ട കൊണ്ടുള്ള ഭിത്തിയിൽ വന്ന് പതിക്കുന്നുണ്ടായിരുന്നു. ഇസി ദർവാസേമേ ലഡ്ക ചലാ ഗയ, ഈ ഒരു വാതിലിലേക്ക് ആര് നടന്നുപോയി? ആൺകുട്ടി നടന്നു കയറി. ദിലീപിനെ ഛാങ്ക് കർ ദേക്ക, ദിലീപ് എത്തി നോക്കി. മുഷ്കിൽ സേ ആത്മീ കെ കദ് കി ഊഞ്ചായി കി കോട്ടരി മേം, വളരെ ബുദ്ധിമുട്ടോടുകൂടി, ആത്മീ കെ കദ് കി ഊഞ്ചായി കി, മനുഷ്യൻ്റെ ഉയരത്തിന്, കദ് കി ഊഞ്ചായി എന്ന് പറഞ്ഞാൽ ഉയരത്തിന് അത്രയും ഉള്ള ഒരു കോട്ടരിമേം, കുടില്. അപ്പോൾ കഷ്ടിച്ച് എന്നുള്ള അർത്ഥമാണ് ഇവിടെ മുഷ്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ കഷ്ടിച്ചൊരു മനുഷ്യൻ്റെ നീളത്തിൻ്റെ ഉയരമുള്ള ഒരു കുടിലാണത്. ആ കുടിലിലേക്കാണ് ആര് പോയത്? ആ ആൺകുട്ടി കയറിപ്പോയത്. ജൈസി പ്രായ ഷഹരോ മേ ഇന്ധൻ രഖനെ കെ ലിയെ ബനി രഹത്തി ഹൈ,
ആ കൊട്ടരി കണ്ടിട്ട്, ആ കുടിൽ കണ്ടിട്ട് എങ്ങനെയാ തോന്നിയത്? ഷഹരോമേ, നഗരത്തില് ഇന്ധൻ രഖിനേക്കലിയെ, വിറകൊക്കെ വെക്കാൻ വേണ്ടി ബനി രഹിത്തെ, നമ്മൾ നിർമ്മിക്കുമല്ലോ, വിറക് പുരയായിട്ടൊക്കെ നിർമ്മിക്കത്തില്ലേ, അതുപോലൊരു കെട്ടിടം. ദുവാം ഉഗൽത്തി, പുക ഉയരുന്ന, മിട്ടിക്ക് തേലിക്ക്, മണ്ണെണ്ണയുടെ, ഏക്ക് ടിബരി, ഒരു വിളക്ക്, അപ്പന ദുന്തലാലാൽ, തൻ്റെ മങ്ങിയ ചുവന്ന പ്രകാശം, ഫൈലാരഹീതി, വ്യാപിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പുക ഉയർന്നുകൊണ്ട് ഒരു മണ്ണെണ്ണ വിളക്ക് അവിടെ കത്തിയിപ്പുണ്ട്. അതിൻ്റെ ഒരു ചെറിയ മങ്ങിയ പ്രകാശമാണ്, ചുവന്ന പ്രകാശമാണ്, അതവിടെ ഇങ്ങനെ പ്രകാശിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വൈദ്യുതിയില്ല, മണ്ണെണ്ണ വിളക്കിലാണ്. ഏക്ക് ചോട്ടി ചാർപ്പായി, ഒരു ചെറിയ കട്ടില്, ജയ്സിക്ക്, അത് ഇങ്ങനെയായിരുന്നു. ശ്രാദ്ധമേ മഹാബ്രാഹ്മണോങ്കു ദാന ദീ ജാതി ഹേ, ശ്രാദ്ധ സമയത്ത് ബ്രാഹ്മണന്മാർക്ക് ദാനമായിട്ട് നൽകുന്നത് പോലുള്ള ഒരു ചെറിയ കട്ടിൽ. കാലി ദീവാർക്കെ, കറുത്ത ഭിത്തിയുടെ, സഹാരെ ഖടീതി, ഭിത്തിയോട് ചേർത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. ഉസ്കെ പായേസെ, അതിൻ്റെ കാലില്, ദോ ഏക്ക് മൈലെ കപ്പടെ ലടക്ക് രഹിയതേ, ഒന്ന് രണ്ട് മുഷിഞ്ഞ വസ്ത്രങ്ങൾ, ലടക്ക് രഹിയതേ, തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. ഏക്ക് ക്ഷീണകായ, ഒരു ക്ഷീണതയായ, ആദി ഉമർക്കി സ്ത്രീ, പകുതി വയസ്സുള്ള ഒരു സ്ത്രീ, അതായത് പകുതി വയസ്സുള്ള അല്ലെങ്കിൽ മധ്യവയസ്ക എന്ന അർത്ഥം, മധ്യവയസ്കയായ സ്ത്രീ, മൈലീസി ധോത്തിമേയും, വളരെ മുഷിഞ്ഞ ഒരു മുണ്ട് ഉടുത്ത്, ശരീര ലബട്ടെ ബൈട്ടീതി, ശരീരത്ത് പൊതിഞ്ഞ് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വളരെ ക്ഷീണകായായ അല്ലെങ്കിൽ ക്ഷീണിതയായ പകുതി വയസ്സുള്ള ഒരു സ്ത്രീ മുഷിഞ്ഞ ഒരു മുണ്ടൊക്കെ ശരീരത്ത് ചുറ്റി ഇരിക്കുന്നുണ്ടായിരുന്നു. ബേട്ടേക്കോ ദേക്ക, സ്ത്രീനെ പൂച്ച, മകനെ കണ്ടപ്പോൾ സ്ത്രീ ചോദിച്ചു, സൗദാ ബിഗ്ഗയാ ബേട്ട, കച്ചവടം നടന്നോ മകനെ? ലഡ്കീനെ ഉത്തർ ദിയ, ഹാമാ, ആ ആൺകുട്ടിയെ ഉത്തരം നൽകി, അതെ. അവർ റുപ്പയ മാംഗെ ഹാത്തമേ ദേക്കർ കഹ, ആ പൈസ അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ബാക്കി പൈസ ബാബുക്കോ ദേനെ ഹേ, ബാക്കി പൈസ ആർക്ക് കൊടുക്കണം? ആ സാറിന് കൊടുക്കണം. റുപ്പയ ഹാത്തമേലെ മാംനെ വിസ്മയസേ പൂച്ച, ആ പൈസ കയ്യിൽ മേടിച്ചുകൊണ്ട് അമ്മ വിസ്മയത്തോടെ ചോദിച്ചു, കോൻ ബാബു ബേട്ട, ഏത് സാറാ മോനെ? ബച്ചേനെ ഉത്സാഹസേ കഹ, ബച്ചെ വളരെ ആവേശത്തോടുകൂടി പറഞ്ഞു, സൈക്കിൾ വാലെ ബാബുനെ സബ് സൗദാലിയ ഹേ, ആ സൈക്കിളിൽ വന്ന സാറ് എല്ലാം വാങ്ങിച്ചു. ഉസ്കെ പാസ് ചുട്ടേ പൈസ നഹീന്ത്, അദ്ദേഹത്തിന്റെ കയ്യിൽ ചുട്ടേ പൈസ എന്ന് പറഞ്ഞാൽ ചില്ലറ പൈസ ഉണ്ടായിരുന്നില്ല. ബാബു ഗലീമേ ഖടാ ഹേ, ബാബു ആ അപ്പുറത്ത് തെരുവിൽ നിൽപ്പുണ്ട്. ഖബരാക്കർ മാ ബോലി, പരിഭ്രമത്തോടെ അമ്മ പറഞ്ഞു, റുപ്പയ്ക്ക് പൈസ കഹാ മിലേങ്കെ ബച്ച, ഓ ഈ രൂപയ്ക്കുള്ള പൈസ അല്ലെ ചില്ലറ എവിടെ കിട്ടാനാ മോനെ? എന്നുവെച്ചാൽ ഇവിടെ ഇല്ല എന്നാണ് അർത്ഥം. സിർക്കെ കപ്പടേക്കോ സംഫാൽ, തലയിലെ കപ്പടെ വസ്ത്രത്തെ ഒന്ന് നേരെ ഇട്ടിട്ട്, ദിലീബുക്കോ സുനാനേക്ക് അഭിപ്രായസേ മാംനെ കഹാ, ദിലീപ് കേൾക്കാനുള്ള രീതിയിൽ അമ്മ പറഞ്ഞു, ബേട്ടാ റുപ്പയ ബാബുജിക്കോ ലൗട്ടാക്കർ ഘർക്ക പതാ പൂസ്ലേ, ഈ പൈസ ബാബുജിക്ക് മടക്കി കൊടുത്തിട്ട് ഘർക്ക പതാ പൂസ്ലേ, വീട്ടിൻ്റെ പദ അഡ്രസ്സ് ചോദിക്കൂ, പൈസ കല്യാന, നാളെ വന്ന് മേടിക്കാം പൈസ, നാളെ വന്ന് മേടിച്ചോളാന്ന് പറ. ഈ പൈസ അങ്ങ് തിരിച്ചു കൊടുത്തിട്ട് അദ്ദേഹത്തിന് അഡ്രസ്സ് ചോദിക്കൂ, നാളെ വന്ന് പൈസ വാങ്ങിച്ചോളാന്ന് പറയാൻ പറഞ്ഞു. ഇതാര് കേൾക്കാനോട് വേണ്ടിയാ പറഞ്ഞത്? ദിലീപ്. ലഡ്ക റുപ്പയാലെ ദിലീപ് കോ ലൗഡാനെ ആയ, ആ ആൺകുട്ടി പൈസ എടുത്തുകൊണ്ട് ദിലീപിന്റെ അടുക്കൽ മടങ്ങി വന്നു. ദിലീപിനെ ഊഞ്ചേ സ്വരസേ, ദിലീപ് ഉയർന്ന സ്വരത്തില്, ഉച്ചത്തില്, താക്കി, എന്തെന്നാൽ മാം സുൻലേ, ആര് കേൾക്കണം? ആ കുട്ടിയുടെ അമ്മ കേൾക്കണം. കഹ, അതിനുവേണ്ടി പറഞ്ഞു, രഹ്നെ ദോ റുപ്പയ കോയ് പർവാഹ് നഹീം, ഇത് വെച്ചോ, ഈ പൈസ, ഈ റുപ്പയ വെച്ചോളൂ, കോയ് പർവാഹ് നഹീം, ടെൻഷൻ വേണ്ട, ഒരു പ്രശ്നമില്ല, ഫിർ ആ ജായേഗ, ഞാൻ പിന്നെ വന്നോളാം. സിർക്കെ കപ്പടേക്കോ ആകെ ഖീഞ്ച്, സ്ത്രീനെ കഹ, തലയിലെ വസ്ത്രം വീണ്ടും വലിച്ചിട്ടുകൊണ്ട് സ്ത്രീ പറഞ്ഞു, നഹീഞ്ചി, വേണ്ട, ആ റുപ്പയ ലേത്തേ ജായേ, താങ്കൾ ഈ റുപ്പയുമായിട്ട് പൊക്കോളൂ, ബച്ച പൈസ കല്ലേ ആയേഗ, ഈ കുട്ടി നാളെ വന്ന് വാങ്ങിച്ചോളും പൈസ. ദിലീപിനെ ശർമാത്തെ ഹുയെ കഹ, ദിലീപ് കുറച്ച് നാണത്തോടെ ലജ്ജയോടെ പറഞ്ഞു, രഹനെ ദീജിയെ, പൊക്കോളൂ, യഹ് പൈസ മേരി തരവ് സെ ബച്ചേക്കോ മിഠായി ഖാനെ കെ ലിയെ രഹനെ ദീജിയെ, ഇത് വെച്ചോളൂ, ഈ പൈസ മേരി തരവ് സെ, എൻ്റെ കയ്യിൽ നിന്നും, ബച്ചേക്കോ മിഠായി ഖാനെ കെ ലിയെ, ഈ കുട്ടിക്ക് മിഠായി വാങ്ങുവാൻ വേണ്ടി രഹനെ ദീജിയെ, കൊടുത്തതാണ്, വെച്ചോളൂ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. സ്ത്രീ നഹി നഹീം കർത്തി രഹുകി,
സ്ത്രീ വേണ്ട വേണ്ട എന്ന് പറയുന്നുണ്ടായിരുന്നു. ദിലീപ് അന്തേരേമേ പീച്ചെ ഹട്ട് ഗയ. ദിലീപ് അന്തേരേമേ പീച്ചെ ഹട്ട് ഗയ, ഇരുട്ടിലേക്ക് മറഞ്ഞു, പുറകിലേക്ക് പോയി. സ്ത്രീക്ക് മുർച്ചായെ കുഹലായെ പീലെ ചെഹരെ പർ. ആ സ്ത്രീയുടെ വാടിയ വിളറിയ ആ മുഖത്ത്, ചെഹരെ പർ മുഖത്ത്, കൃതജ്ഞത അവ പ്രസന്നതാക്കി ഝലക് ഛാഗയി, നന്ദിയുടെയും സന്തോഷത്തിൻ്റെയും ഒരു നിഴലുണ്ടായിരുന്നു. റുപ്പയ അപ്പനി ചാദർ കി ഘുണ്ടുമേ ബാദ്. ആ പൈസ തൻ്റെ വിരിപ്പിനകത്ത് വെച്ചിട്ട്, കെട്ടി വെച്ചിട്ട്, ഏക് ഈണ്ട് പർ രഖേ, ഒരു ഇഷ്ടികയുടെ മുകളിലേക്ക് വെച്ചു. ഏക് ഈണ്ട് പർ രഖേ പീതൽ കെ ലോട്ടെ കെ ബാഹ് കെ ഇഷാരെ സെ. ഏക് ഈണ്ട് പർ രഖേ, അതായത് ഒരു ചുടുകട്ടയിൽ വച്ചിരുന്ന പീതൽ കെ ലോട്ടെ കെ, പീതൽ എന്ന് പറഞ്ഞാൽ പിത്തള, പിത്തളയുടെ ലോട്ടെ, ലോട്ടെ എന്ന് പറഞ്ഞാൽ മൊന്ത എന്ന അർത്ഥം, പാത്രം. അപ്പൊ ആ മൊന്തയുടെ ബാഹ് കെ ഇഷാരേസെ, അതിന്റെ വാ ഭാഗത്തൂടെ, പാനിയിലെ വെള്ളമെടുത്തു. ഉസ്നെ ഹാത്ത് ധോലിയ, അവർ തൻ്റെ കൈ കഴുകി. അവർ പീതൽ കേക്ക് ബർത്തൻ കെ നീച്ചേസെ, പിത്തളയുടെ തന്നെ ഒരു പാത്രത്തിന്റെ അടിയിൽ നിന്നും, മൈലെ അങ്കോച്ചേമേം, ഒരു മുഷിഞ്ഞ ഒരു തോർത്തില്, ലിബട്ടി പൊതിഞ്ഞ, ദോ റൊട്ടിയാം, 2 റൊട്ടി, നിഖാൽ പുറത്തെടുത്തു. ബേട്ടേക്ക ഹാത്ത് ദുല, ആ മകന്റെ കൈ കഴുകി. ഉസേ ഖാനേക്കോ ദേദി, അവന് കഴിക്കുവാനായിട്ട് കൊടുത്തു. അപ്പോൾ ആ പൈസ മേടിച്ച് വച്ചതിന് ശേഷം തൻ്റെ കൈ കഴുകി അവിടെ വെച്ചിരുന്ന 2 റൊട്ടി തൻ്റെ മകൻ്റെ കൈ കഴുകിച്ചിട്ട് കഴിക്കാനായിട്ട് കൊടുത്തു. ഏട്ടാ തുരന്ത് കി കമായി സെ പുളകിത് ഹോരഹാഥ. ആ കുട്ടി പെട്ടെന്നുള്ള ഈ സമ്പാദ്യം കൊണ്ട് വളരെ സന്തോഷവാനായിട്ടിരിക്കുകയായിരുന്നു. മുഹ് ബനാ കഹ, വായുവർത്തി പറഞ്ഞു. രൂക്കി റൊട്ടി, വീണ്ടും ഉണക്ക റൊട്ടി. മാംനെ പുജുകാർക്കർ കഹ, അമ്മ വാത്സല്യത്തോടെ പറഞ്ഞു. നമക് ഡാലാ ഹുവാ ഹെ ബേട്ട, ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് മോനെ. ബച്ചേനെ റൊട്ടി ജമീൻ പർ ഡാൽ ദി, അവർ ഏണ്ട് ഗയ. അതായത് ആ കുട്ടി ആ റൊട്ടി താഴെ വെച്ചിട്ട് ദേഷ്യത്തോടെ ഏണ്ട് ഗയ, ദേഷ്യപ്പെട്ടു. സുബഗബി രൂക്കി റൊട്ടി, രാവിലെ ഉണക്ക റൊട്ടി. ഹാ റോസ് റോസ് രൂക്കി, എല്ലാ ദിവസവും ഈ ഉണങ്ങിയ റൊട്ടിയാ. ഹാത്ത് ആങ്കോമ്പർ രഖ് ബച്ച മുഹ് ഫൈലാക്ക രോന ഹി ചാഹതാ ഥാ. ഹാത്ത് ആങ്കോമ്പർ രഖ്, കൈ കണ്ണിലേക്ക് വെച്ച്, ബച്ച മുഹ് ഫൈലാക്കർ, വാ വിടർത്തി, രോന ഹി ചാഹതാ ഥാ, കരയാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. മാംനെ ഉസേ ഗോതമേ ഖീഞ്ചിലിയ, അമ്മ അവനെ മടിയിലേക്ക് വലിച്ചിരുത്തി. അവർ കഹ, പറഞ്ഞു. മേരാ രാജാ ബേട്ട, എൻ്റെ മകനെ, സുബഹ് ജറൂർ ദാൽ ഖിലായുങ്കി, നാളെ തീർച്ചയായിട്ടും രാവിലെ ദാൽ വെച്ച് തരാം, ദാൽ നിന്നെ കഴിപ്പിക്കും. ദാൽ എന്ന് പറഞ്ഞ ഒരു കറിയാണ്. ദേഖ് ബാബു തേരേലിയെ റുപ്പയാ ദേഗേ ഹെ, ശബാഷ്, നോക്കേ ആ സാറ് നിനക്ക് വേണ്ടി പൈസ തന്ന കണ്ടോ, ശബാഷ്. സുബഹ് മൈം തുച്ചേ ഖൂബ് സൗദാ ബനാ ദൂങ്കി, രാവിലെ ഞാൻ നിനക്ക് ഒരുപാട് സാധനങ്ങൾ നിർമ്മിച്ചു തരാം, ആഹാരം പലഹാരം നിർമ്മിച്ചു തരാം. ഫിർ തൂ റോസ് ദാൽ ഖാന, അപ്പോൾ നിനക്ക് ദിവസവും ദാൽ കഴിക്കാമല്ലോ. ബേട്ട റീച്ച് ഗയ, ആ മകന് സന്തോഷമായി. ഉസ്നെ പൂച്ച, അവൻ ചോദിച്ചു. മാം തൂനെ റൊട്ടി ഖാലി, അമ്മേ നിങ്ങൾ ആഹാരം കഴിച്ചോ? ഖാലി അങ്കോച്ചേക്കോ തഹാത്തെ ഹുയേ, കാലി തോർത്ത് മടക്കിക്കൊണ്ട് മാംനെ ഉത്തർ ദിയ, അമ്മ പറഞ്ഞു. ഹാ ബേട്ട, കഴിച്ചു ബേട്ട, കഴിച്ചു മകനെ. അബു മുച്ചേ ഭൂക്ക് നഹി ഹെ, ഇപ്പോൾ എനിക്ക് വിശപ്പില്ല. ധൂ കാലെ, നീ കഴിച്ചോളൂ. ഭൂക്കി മാം കാ ബേട്ട ബച്ചപ്പൻ കെ കാരൻ രൂട്ടാത്ത, വിശന്ന ആ അമ്മ, ഭൂക്കി മാം കാ ബേട്ട, വിശന്ന അമ്മയുടെ ആ മകൻ, ബച്ചപ്പൻ കെ കാരൻ രൂട്ടാത്ത, കുട്ടിയായത് കാരണം, ഒരു കുട്ടിത്തം ഉള്ളത് കൊണ്ട് ഭയങ്കര പിണക്കമൊക്കെ ഉള്ള ആളാണ്, വാശിയൊക്കെ ഉള്ള ആളാണ്. പരന്തു, എന്നാൽ, മാംഗി ബാത്ത് കെ ബാവജൂദ്, അമ്മയുടെ പറച്ചിലിനെ കൂടാതെ തന്നെ, ഗർക്കി ഹാലത്ത് സെ പരിചിത, വീട്ടിന്റെ അവസ്ഥയെക്കുറിച്ചൊക്കെ അറിയാവുന്നവനായിരുന്നു. ഉസ്നെ അനിച്ചാസെ, അവൻ ആഗ്രഹമില്ലാതെ തന്നെ, ഏക് റൊട്ടി, ഒരു റൊട്ടി, മാംഗി ഓർ ബഡാക്കർ കഹ, അമ്മയുടെ നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. ഏക് റൊട്ടി തൂ ഖാലെ, ഒരു റൊട്ടി അമ്മ കഴിച്ചോ. മനസ്സില്ല മനസ്സോടെയാ കൊടുക്കുന്നത്. മാംനെ സ്നേഹിച്ച് പൂച്ചക്കാർക്കർ കഹ, അമ്മ സ്നേഹത്തോടെ വാത്സല്യത്തോടെ പറഞ്ഞു. ഇന്ന ബേട്ട, വേണ്ട മോനെ. മൈനെ സുബഹ് ദേർ സെ ഖായി ദി, ഞാൻ രാവിലെ കുറച്ച് ലേറ്റായിട്ടാണ് കഴിച്ചിരുന്നത്. മുച്ചെ അഭി ഭൂക്ക് നഹീം, എനിക്കിപ്പോ ഒട്ടും വിശപ്പില്ല. ധൂക്ക, നീ കഴിച്ചോ. ദിലീപ് കേലിയെ ഔർ ദേക്ക് സകന സംഭവനത,
ദിലീപിന് വീണ്ടും കണ്ടു നിൽക്കാനും സാധിക്കുമായിരുന്നില്ല. ദാന്തോം സേ ഹോണ്ട് ദബ, പല്ലുകൾ കൊണ്ട് ചുണ്ടമർത്തിപ്പിടിച്ച് പീച്ചെ ഹടുകയ, അവൻ പുറകിലേക്ക് മാറി. അതായത് ഇത് കണ്ടു നിൽക്കാൻ, ബാക്കിയുള്ള അവസ്ഥ കണ്ടു നിൽക്കാൻ അത്രയ്ക്ക് ബുദ്ധിമുട്ടുന്ന ഒരു കുടുംബത്തിൻ്റെ അവസ്ഥ, ഒരു അമ്മയും മകൻ്റെ അവസ്ഥ ഇനിയും കണ്ടു നിൽക്കാനുള്ള ഒരു കപ്പാസിറ്റി ആർക്കുണ്ടായിരുന്നില്ല, ദിലീപിനുണ്ടായിരുന്നില്ല. തൻ്റെ കരച്ചിൽ അടക്കിക്കൊണ്ട്, അതുകൊണ്ടാണ് പല്ല് ചുണ്ടുകളിൽ അമർത്തി എന്ന് പറയുന്നത്. തൻ്റെ കരച്ചിൽ, തൻ്റെ വിഷമം അമർത്തിപ്പിടിച്ച് അദ്ദേഹം പിറകിലേക്ക് മാറി. മക്കാൻ പർ ആക്കർ വഹ് ബൈഠാ ഹീ ദാ, കെട്ടിടത്തിൽ തൻ്റെ വീട്ടിൽ വന്ന് ഇരിക്കുകയായിരുന്നു. നൗക്കറിനെ ആദോ ഭദ്രപുരുഷോങ്കി നാം ബദാക്കർ കഹ, ജോലിക്കാരൻ വന്ന് ഭദ്രപുരുഷ്, കുറേ ശ്രേഷ്ഠരായ അല്ലെങ്കിൽ കുറച്ച് ബഹുമാനിക്കുന്ന കുറേ ആൾക്കാരുടെ പേര് പറഞ്ഞു. ആയതേ വന്നായിരുന്നു, അവരൊക്കെ വന്നായിരുന്നു. ബൈട്ടുകാർ ചലേഗി, ഇവിടെ വന്ന് ഇരുന്നിട്ടങ്ങ് പോയി. ഖാന തയ്യാർ ഹോനേക്ക് സൂചനാദി, ആഹാരം തയ്യാറായി എന്ന സൂചന നൽകി. ദിലീപിനെ ഉസ്കി ഓർ ബിനാ ദേക്കെ ഹി കഹ, ദിലീപ് അദ്ദേഹത്തിന് നേരെ നോക്കാതെ തന്നെ പറഞ്ഞു. ബിനാ ദേക്ക് എന്ന് പറഞ്ഞാൽ നോക്കാതെ പറഞ്ഞു. ഭൂക്ക് നഹി ഹെ, വിശപ്പില്ല. ഉസി സമയ ഉസേ ലഡ്കേക്ക് മാംഗ ഭൂക്ക് നഹി കഹന യാദാകിയ, ആ സമയത്ത് ഉസേ ദിലീപിന് ലഡ്കേക്ക് മാംഗ, ആ ആൺകുട്ടിയുടെ അമ്മയുടെ ഭൂക്ക് നഹി കഹന, വിശപ്പില്ല എന്ന് പറഞ്ഞ കാര്യം യാദാകിയ, ഓർമ്മ വന്നു. ആ ആൺകുട്ടിയുടെ, ആ കൊച്ചുകുട്ടിയുടെ അമ്മയ്ക്ക് യഥാർത്ഥത്തിൽ വിശപ്പുണ്ട്, പട്ടിണിയാണ്, ഒന്നും കഴിച്ചിട്ടില്ല. തൻ്റെ മകന് ആഹാരം കൊടുത്തു, സ്വയം വിശപ്പ് സഹിക്കുകയാണ്. മകൻ കഴിക്കാൻ വേണ്ടി തനിക്ക് വിശപ്പില്ല എന്നൊരു കള്ളമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ആ കാര്യം ആർക്ക് ഓർമ്മ വന്നു? ദിലീപിന് ഓർമ്മ വന്നു. നൗക്കർ കുച്ചി ഇന്ന സമച്ച് വിസ്മിത ഘടാരഹ, നൗക്കറിന് ഒന്നും മനസ്സിലാകാതെ വിസ്മയത്തോടെ അവിടെ നിൽപ്പുണ്ട്. ദിലീപിനെ ഖീച്ച് കഹ, ദിലീപ് കുറച്ച് ദേഷ്യത്തോടെ തന്നെ പറഞ്ഞു, ജാവൂജി പൊക്കോളൂ. മിട്ടി കി തേൽ കി ടിബരി കെ പ്രകാശ് മേ ദേഖ, മണ്ണെണ്ണയുടെ മിട്ടി കി തേൽ, മണ്ണെണ്ണയുടെ ടിബരി കെ, വിളക്കിന്റെ പ്രകാശമേം, പ്രകാശത്തില് ദേഖ കണ്ട, വഹു ദൃശ്യ, ആ ദൃശ്യം ഉസ്കി ആങ്കോം കെ സാമനെ സേ ഹടന ചാത്താ, തൻ്റെ കണ്ണുകളുടെ മുന്നിൽ നിന്നും പോകാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നില്ല. അതിൻ്റെ അർത്ഥം എന്താ? ഇപ്പോഴും ആരുടെ മനസ്സിലാ? ദിലീപിന്റെ മനസ്സിൽ ആ കുടിലിലെ കാഴ്ചയായിരുന്നു. ചോട്ടെ ഭായിനെ ആക്കർ കഹ, ഇളയ സഹോദരൻ വന്ന് പറഞ്ഞു, ഭാബീനെ യഹ് പത്ര ഭേജ ഹെ, ചേട്ടത്തിയമ്മ ഈ ഒരു ലെറ്റർ അയച്ചിട്ടുണ്ട്. അർത്ഥം, ദിലീപിന്റെ ഭാര്യ ഹേമയുണ്ടല്ലോ, ആ ഹേമ ഒരു കത്ത് അയച്ചു. और लिफाफा ദിലീബ് की और बढ़ा दिया, ലിഫാഫ എന്ന് പറഞ്ഞ കവർ, ആ കത്ത് ഉൾപ്പെട്ട ആ കവർ ദിലീപിന്റെ കയ്യിലേക്ക് കൊടുത്തു. ദിലീപിനെ പത്ര ഖോല, ദിലീപ് ആ കത്ത് തുറന്നു. പത്ര की പഹലി ലൈൻ में लिखा था, ആ ലെറ്ററിന്റെ ആദ്യത്തെ വരിയിൽ എഴുതിയിരുന്നു, മൈം ഇസ് ജീവൻ में दुख ही देखने को पैदा हुई हूँ, ഞാൻ ഈ ജീവിതത്തിൽ ദുഃഖം കാണാൻ വേണ്ടി മാത്രം ജനിച്ചവളാണ് എന്നായിരുന്നു ആദ്യത്തെ സെന്റൻസ്. ദിലീപിനെ ആകെ ഇന്നപ്പാട്, ദിലീപ് മുന്നോട്ടൊന്നും വായിക്കാതെ പത്ര ഫാഡിക്കർ, ആ ലെറ്റർ ചുരുട്ടിക്കൂട്ടി ഫേങ്കതി എടുത്തെറിഞ്ഞു. ഉസ്കെ മാഥേ പർ ബെൽ പഡ്ഗേ ഉസ്കെ മുഹ്സേ നികല, തൻ്റെ നെറ്റിയിൽ അമർത്തിപ്പിടിച്ചുകൊണ്ട് അവൻ്റെ വായിൽ നിന്നും പുറപ്പെട്ടു ഒരു വാക്ക്. അതായത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഇപ്പം ദിലീപ് കണ്ട യാഥാർത്ഥ്യം, അല്ലെങ്കിൽ ആ കുട്ടിയുടെ ജീവിതാവസ്ഥ, ആ കുടുംബത്തിൻ്റെ ജീവിതാവസ്ഥ, അവരുടെ ദുഃഖം എന്താണെന്ന് ദിലീപ് കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇത്രയും ഒരു ദുഃഖം അനുഭവിക്കുന്ന കുടുംബത്തെ കണ്ടതിന് ശേഷം വെറും നിസ്സാര കാര്യത്തിന് വിളങ്ങിപ്പോയ ഹേമ താൻ ജീവിതകാലം മുഴുവൻ ദുഃഖിക്കാൻ വേണ്ടിയാണ് ജനിച്ചതല്ല, എൻ്റെ ജീവിതം മൊത്തം ദുഃഖമാണ് എന്നൊക്കെ പറയുമ്പോൾ, നിസ്സാര കാര്യത്തിന് ഇങ്ങനെ ഒരു ദുഃഖമാണ് എന്ന് പറയുമ്പോൾ ദിലീപിന് അതൊട്ടും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ആ ലെറ്റർ ചുരുട്ടി എഴുത്ത് പറഞ്ഞത്. കാശ് തും ജാൻതി ദുഃഖ് കിസേ കഹത്തെ ഹെ, കഷ്ടം, നിനക്ക് അറിയാമോ ദുഃഖ് എന്ന് പറയുന്നത് എന്തിനാണെന്ന്. തുമാര രസീല ദുഃഖ് തുമ ഇന്ന മിലേത്തോ, നിന്റെ ഈ രസകരമായ ഈ ഒരു ദുഃഖം നിനക്ക് ലഭിച്ചില്ലായിരുന്നെങ്കിൽ സിന്ദഗി ദൂഫർ ഹോജായേ, ജീവിതം എത്ര ദുഷ്കരമായി പോയേനെ. അപ്പോൾ കളിയാക്കിയാണ് ഇവിടെ ദിലീപ് ഈ ഒരു വാക്കുകൾ പറയുന്നത്, ഇല്ലയോ? യഥാർത്ഥ ദുഃഖം എന്താണെന്ന് നിനക്കറിയാമോ? ഈ ഒരു ദുഃഖം കൂടി നിനക്ക് ലഭിച്ചില്ലായിരുന്നെങ്കിൽ ജീവിതം എന്ത് ദുഷ്കരമായി പോയേനെന്ന്. എൻ്റെ അർത്ഥം ഇതാണ്, എന്താ, നിസ്സാരമായ കാര്യത്തിന് വലിയ എന്തോ ദുഃഖമാണ് തനിക്ക് വന്നിരിക്കുന്നത്, എൻ്റെ ജീവിതം വളരെ ദുഃഖിതമാണ് എന്ന് പറയുന്ന ഹേമയുടെ ആ വാക്കുകളെ പരിഹസിക്കുകയാണ് ദിലീപ് ഇവിടെ ചെയ്യുന്നത്. യഥാർത്ഥ ദുഃഖം എന്താണെന്ന് അവൾക്കറിയില്ല.
ഓരോരുത്തരും മറ്റുള്ളവരൊക്കെ ദുഃഖിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊക്കെ ഇപ്പം ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ദുഃഖിക്കുമ്പോൾ നമ്മൾ ഓർക്കുക നമ്മളെക്കാട്ടിലും വലിയ ദുഃഖങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്നുള്ള കാര്യം. അപ്പം നമ്മളുടെയൊക്കെ നിസ്സാരമായ കാര്യങ്ങളാണെന്ന് അറിയുക. അപ്പോൾ ഇതാണ് ദുഃഖ് എന്ന് പറയുന്ന കഥ. അതായത് ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ വിഷമം അനുഭവിക്കുമ്പോൾ നമ്മൾ ഓർക്കുക ഇതൊന്നും ഒരു ദുഃഖമേ അല്ല, വിഷമമേ അല്ല, ഇതിനെക്കാട്ടിലും വലിയ വലിയ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ നമ്മളുടെ സമൂഹത്തിലുണ്ട് എന്നുള്ള കാര്യം. അതാണ് ഈ പാഠത്തിലൂടെ യശ്പാൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഓക്കെ, നന്നായിട്ട് ഈ കഥ വായിക്കുക, പാഠം വായിക്കുക, പുസ്തകം നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക, കണ്ടന്റ് മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് നന്നായിട്ട് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, ശരി, ബൈ.